ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ ഈ മ്യൂസിയം കാണാനാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മ്യൂസിയം ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന്. സോ ഫൈനലി ഞാൻ ദേ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെത്തി. ഒരുപാട് സംഭവ സാമഗ്രികൾ കാണാനുണ്ട് കേട്ടോ ഗൈസ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക് ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ബോധമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായില്ല. എങ്കിലും എല്ലാവരും കാണുന്ന പോലെ ഞാനും കണ്ടു. പക്ഷേ ഒട്ടും തിരക്കോ ബഹളോ ഒന്നുമില്ല. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഈ കാണുന്ന ഓരോന്നും വർക്കിംഗ് സ്റ്റിൽ മോഡൽസ് ആണ് കേട്ടോ. ഈ പ്രസ് ബട്ടണിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ വെള്ളം ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതിൻ്റെ എക്സാക്ട് നെയിം എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഓരോ അപ്ഡേറ്റഡ് വേർഷൻസ് ആണ് കേട്ടോ ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അറേബ്യൻ കൺട്രീസിൽ അവർ പണ്ടേ ഷവായ ഉണ്ടാക്കാനുള്ള സംഭവം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. കാരണം അതിൻ്റെ വർഷം എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇസ്ലാമിക് ആയിട്ടുള്ള മക്ക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ അതെല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ മന്ദം നടക്കുകയാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിൽ നല്ല എസ്തറ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് ഇത് പണ്ടത്തെ ഫ്ലോറൽ ഡ്രസ്സാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ റിങ്ങൊക്കെ കണ്ടു. നമ്മൾ അടിച്ച് പൊളിച്ച് മ്യൂസിയം മൊത്തത്തിൽ കണ്ടിറങ്ങി. പിന്നെ അത് ഈ കാണുന്ന കത്തി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കണ്ടോ അതിൻ്റെ പിടി ഒരു കുതിരയുടെ തലയാണ് കേട്ടോ. സോ അങ്ങനെ ഫൈനലി നമ്മൾ മ്യൂസിയം കണ്ടിറങ്ങിയിട്ടുണ്ട്. ഇഷ്ടമാണ് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് ഒട്ടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സോ അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബായ്.